ഇവൾ എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് മനഃപൂർവ്വം വിളക്ക് തട്ടിത്തെറിപ്പിച്ചതാ. അയ്യോ, ഞാൻ അങ്ങനൊന്നും ചെയ്തതല്ല. ഇവള് പക വെച്ച് ചെയ്തതാ. ഐശ്വര്യ, നീ വെറുതെ അനാവശ്യം പറയരുത്. ശ്യാമ അങ്ങനെയൊന്നും ചെയ്യില്ല. അരുൺ പറഞ്ഞത് ശരിയാ ഐശ്വര്യ. ശ്യാമ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് കൈവന്ന ഈ സൗഭാഗ്യത്തില് ഇവക്ക് അസൂയുണ്ട്. അതുകൊണ്ട് ഇവളെ മനഃപൂർവ്വം വിളക്ക് തട്ടി മറിച്ചതാ. അത് ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ. ഇത്തരം പകവീട്ടലും പ്രതികാരവും ഒക്കെ ഈ വീട്ടിലെ നടക്കൂ. ഞാനിതൊന്നും സഹിച്ചെന്ന് വരില്ല, സമ്മതിച്ചു തരാനും പോകുന്നില്ല. അമ്മേ, ഇത് ശ്യാമയ്ക്ക് പറ്റിയൊരു അബദ്ധമല്ല. നീ മിണ്ടരുത്. അവ ശ്യാമെ ന്യായീകരിക്കാൻ നോക്കുന്നു. ഇവളതൊക്കെ ചെയ്യും. എന്തും ചെയ്യാൻ മടിക്കാത്തവളാ ഇവള്. അവൾക്ക് ഇന്നത്തേക്കുള്ളത് ഞാൻ കൊടുത്തു. ബാക്കി പിന്നെ. നീ വാ മോളെ, സൂക്ഷിച്ചു. എന്റെ കണ്ണ, എത്ര ആത്മാർത്ഥമായിട്ടാ ഞാൻ എല്ലാരോടും പെരുമാറുന്നത്. എന്നിട്ടും ഈ ഐശ്വര്യടുത്തേക്ക് എന്നോട് ഇത്ര വൈരാഗ്യം എന്താ? ഞാനിവിടെ വന്ന കാലം മുതൽ തുടങ്ങിയതാ ഈ പകയും വൈരാഗ്യവും. ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറിയിട്ടും അത് മാറുന്നില്ലല്ലോ ഭഗവാനെ. ഏതെല്ലാം തരത്തിൽ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയേ. കൊല്ലാൻ വരെ പല പ്രാവശ്യം നോക്കിയതല്ലേ. എന്നിട്ടും ഞാനതിന്റെ വല്ല ദേഷ്യവും ഐശ്വര്യടുത്തോട് കാണിച്ചിട്ടുണ്ടോ? എന്നോട് എന്തിനാ ഐശ്വര്യടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കണ്ടില്ല അഖിൽ സാറേ, ഞാൻ എത്ര സന്തോഷത്തോടെ ആ വിളക്കുമായിട്ട് നിന്നത്. എന്റെ സ്വന്തം ഏട്ടത്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ലേ ഞാൻ പെരുമാറിയത്. എന്നിട്ടും ആ വിളക്ക് തട്ടിക്കളഞ്ഞ് ആ പഴിയും കൂടി എന്റെ തലയിൽ വെച്ചു. ഒരു കുറ്റവും ചെയ്യാൻ തന്നെ കുറ്റക്കാരിയാക്കി. എനിക്കത് മനസ്സിലായി ശ്യാമേ, കൃത്യമായിട്ട് മനസ്സിലായി. തന്നെ ചീത്ത കേൾപ്പിക്കാനും വഴക്ക് കേൾപ്പിക്കാനും വേണ്ടി ഐശ്വര്യ എടുത്ത് ചെയ്തതാ അത്. പിന്നെ നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു നിന്നതാ. ഇല്ലെങ്കിൽ ഏട്ടന് വിഷമമായാലും ഞാൻ മറുപടി കൊടുത്തന്നെ. അമ്മ വഴക്ക് പറയുമ്പോ എനിക്ക് ആ സമയത്തൊരു വിഷമം ഉണ്ടാവും. പക്ഷെ അതപ്പൊ തന്നെ മാറുകയും ചെയ്യും. അമ്മയെ കൊണ്ട് തന്നെ വഴക്ക് പറയിപ്പിക്കണം. അത് കണ്ട് അവർക്ക് ആസ്വദിക്കണം. അതിനുവേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. വരട്ടെ, ഇത് ഞാൻ നിർത്തിക്കുന്നുണ്ട്. എന്നേക്കുമായിട്ട് നിർത്തിക്കുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെ നിന്നും തുടങ്ങിയതല്ലോ. അവർ തന്നോട് ഈ മത്സരം തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയില്ലേ. സാറ് ഐശ്വര്യടുത്തോടൊന്നും പറയാൻ പോണ്ട. അതൊക്കെ ഏട്ടൻ അറിഞ്ഞ പാവം ഏട്ടന് വിഷമാവും. അതുകൊണ്ടല്ലേ ശ്യാമേ ഞാൻ ഈ ക്ഷമിക്കുന്നത്. അവരോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഏട്ടന്റെ മുഖം മനസ്സിലേക്ക് വരും. വിട്ടേക്ക് സാർ, അതങ്ങ് മറന്നേക്ക്. അപ്പൊ ഒരു സങ്കടം തോന്നിയാലും കുറച്ച് കഴിയുമ്പോ ഞാനങ്ങ് മറക്കും. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. അതാ തന്റെ കളങ്കമില്ലാത്ത മനസ്സ്. ഐശ്വര്യടുത്തേക്ക് അങ്ങനെയല്ല, മനസ്സിൽ നിറയെ പകയാ. കണ്ടില്ലേ, ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. എന്നിട്ടും ഇവർക്ക് നിർത്താറായില്ല. അല്ല, ആദ്യേട്ടനും അമൃതയെടുത്തിയും ഓൾറെഡി അച്ഛനും അമ്മയാണ്. ഇപ്പതേ അരുണേട്ടനും ഐശ്വര്യടുത്തിയും അച്ഛനും അമ്മയാകാനും പോകുന്നു. അല്ല, നമുക്കും ആവണ്ടേ അച്ഛനും അമ്മയൊക്കെ? ഓ അഖിൽ സാറെ, ചുമ്മാ ചിരിപ്പിക്കാതെ.
എടോ, ഞാൻ ചിരിപ്പിക്കാൻ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ കഴിഞ്ഞില്ലേ? അതെ, നമുക്കും വേണ്ടേ ഒരു തൊട്ടില്? താൻ നമ്മുടെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് താരാട്ട് പാടി ഉറക്കുന്ന ആ രംഗമാ എന്റെ മനസ്സിൽ വരുന്ന. അവള് വരുമ്പോ നമ്മുടെ കുറെ സ്നേഹമൊക്കെ അവളങ്ങെടുക്കും. അവളോ? ഏതവള്? എടോ, നമ്മുടെ മോള്. ഓ, അപ്പത് പെണ്ണായിരിക്കുന്ന തീരുമാനിച്ചോ? ആ, പെണ്ണുമതി പെണ്ണുമതി. പെൺകുട്ടിക്ക് അച്ഛനോട് ഭയങ്കര സ്നേഹമായിരിക്കും. നിന്നെ ഞാൻ അക്കിയുടെ മുറിയിൽ കിടത്താം. അതവന്റെ ഭാര്യയാവാനല്ല. ആ മോഹവും വേണ്ട. നീ അവന്റെ കാവൽക്കാരി ആവാമെങ്കിൽ എന്താ, സമ്മതമാണോ? സമ്മതാണ്. നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. എടോ, എന്താടോ ഭാവം മാറിയത്? ഏയ്, ഞാൻ മറ്റെന്തോ ഓർത്തതാ. താനിത് എവിടെ പോവാ ശ്യാമേ? എന്തൊരു കഷ്ടം എന്റെ ദൈവമേ. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ഞാനിത് തരണം ചെയ്യും? ആകെ കുഴപ്പമായല്ലോ ഇത്. മിണ്ടി പോവരുത്. അരുൺ എന്ത് ചതി എന്നോട് കാണിച്ചത്? അരുൺ വാക്ക് തെറ്റിച്ചില്ലേ? വാക്ക് തെറ്റിച്ചെന്നോ? ഐശ്വര്യ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് കുട്ടികളെ വളർത്താൻ താല്പര്യമില്ലെന്നും പ്രസവിക്കാൻ എന്നെ കൊണ്ടൊക്കില്ലെന്നും എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. ആ എഗ്രിമെന്റ് അരുൺ തെറ്റിച്ചില്ലേ? ഐശ്വര്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അമ്മയാവുന്നുള്ളത്. അതില് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്ക് ആ ഭാഗ്യവും വേണ്ട, ആ സന്തോഷവും വേണ്ട. പ്രസവിച്ചിട്ടും കുട്ടികളെ വളർത്തിയിട്ടും എനിക്കൊരു പുണ്യവും നേടണ്ട. ഐശ്വര്യ, കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന ആദ്യ നാള് മുതല് അരുണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ, എനിക്ക് എന്റെ സൗന്ദര്യമാണ് വലുത്, അമ്മയാവുക എന്നുള്ളതല്ലാന്ന്. ഞാൻ ഇനി മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഐശ്വര്യ, താനൊരു അമ്മയാവുമ്പോഴേ അതിന്റെ സന്തോഷവും മഹത്വവും താൻ തിരിച്ചറിയൂ. എനിക്ക് അതിന്റെ സന്തോഷവും വേണ്ട, അതിന്റെ മഹത്വവും വേണ്ട. അമ്മയായിട്ട് കുട്ടികളെ ഒക്കത്തെടുത്ത് വെച്ചോണ്ട് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഐശ്വര്യ, അതിനിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഈ വന്നു ചേർന്ന ആപത്തിന് എന്തെങ്കിലും പരിഹാരം കാണണം. ഐശ്വര്യ, ഇങ്ങനെ ദേവകോപം പറയരുത്. ഓരോരുത്തർ കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി ഏതെല്ലാം അമ്പലങ്ങളിൽ എന്തെല്ലാം നേർച്ചകളും വഴിപാടുകളും നേരുന്നു. ഇവിടെ നമുക്ക് ആ ഭാഗ്യം വന്നപ്പോ അതിൽ സന്തോഷിക്കേണ്ടതിന് പകരം താൻ എന്നോട് വഴക്കുണ്ടാക്കുന്നു. വഴക്കുണ്ടാക്കും. എന്റെ തീരുമാനം എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ളതാ. ആ കാര്യം എങ്ങനെ ഞാൻ നടപ്പാക്കും? എങ്കിൽ താനുമായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിന് ഞാനൊരു തീരുമാനം എടുക്കും. അരുൺ, തന്റെ ഈ അഹങ്കാരം ഞാൻ അമ്മയോട് പറയാൻ പോവാ. അമ്മയല്ല, അരുണ എന്റെ ഭർത്താവ്. അതിന് ഭർത്താവിന് നിനക്ക് പുല്ല് വിലയല്ലേ? അമ്മയാണല്ലോ നിനക്കിവിടെ എല്ലാം. അതുകൊണ്ട് ഇക്കാര്യം ഞാൻ അമ്മയോട് പറയാൻ പോവാ. അരുൺ, ദേ, അമ്മയോടൊക്കെ പറഞ്ഞു ഇതൊരു വലിയ പ്രശ്നമാക്കരുത്. പ്രശ്നമാക്കും. ഒരു അച്ഛനാകുക എന്നുള്ളത് എന്റെ സ്വപ്നമാ. ഐശ്വര്യ, വാതിലൊന്ന് തുറന്നേ. ഞാൻ അമൃതയെടുത്തി. അമൃതയെടുത്തി ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും നാശങ്ങള്. എടുത്തി വാ, എടുത്തി കയറി വാ.
ഐശ്വര്യ, എല്ലാവരും നിന്നപ്പോ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ പറ്റിയില്ല. രണ്ടുപേർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു എടുത്തി. ഏടത്തിന് വക അല്പ സ്വീറ്റ്സാ. താങ്ക് യു അമൃതേടത്തി. ഒരു സ്പെഷ്യൽ സമ്മാനം കൂടി ഞാൻ കരുതിയിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കയ്യിൽ കരുതേണ്ടതാ. പച്ചമാങ്ങ. ഞാൻ പോകുന്നു. ഞാനൊരു കട്ടറുമ്പാവുന്നില്ല. അരുണേ, ഒരു ഓർമ്മപ്പെടുത്തല. ഭാര്യയുടെ സ്നേഹമൊക്കെ ഉണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇനി മുതലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. എപ്പോഴും ഐശ്വര്യ സന്തോഷവതിയായിരിക്കണം. ശരി എടുത്തി. ഗുഡ് നൈറ്റ്. പിന്നെ അവളുടെ ഒരു അഡ്വൈസ്, സന്തോഷവതിയായിരിക്കണോന്ന്. ഞാൻ ഇവിടെ നിന്ന് പോകയോ? അവളുടെ ഒരു സ്വീറ്റ്സ്, അവളുടെ ഒരു പലഹാരം പച്ചമാങ്ങ. നിന്നെ ഞാൻ വേണ്ട. നിന്റെ വയറ്റ് വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഞാനിതെല്ലാം ക്ഷമിക്കുക. ശ്യാമേ, ഇത്രയും മതിയോ? ആ മതി, ഇത്രയൊക്കെ മതി. എല്ലാ മരുന്നും ഇതിലുണ്ട്. പറഞ്ഞ പച്ചമരുന്നുകളെല്ലാം ഉണ്ട്. ആ എത്ര ഏട്ടാ? 200 രൂപ. ശരി ഏട്ടാ. അങ്ങനെ നമ്മുടെ ആനന്ദ നിലയത്തിലേക്ക് ഒരതിഥി കൂടി വരിക. സുന്ദരനായ ഒരു അതിഥി. ഗർഭിണിയായതും അമ്മയാവും പോകുന്നത് ഐശ്വര്യടുത്തി. സന്തോഷം മുഴുവനും ശ്യാമയ്ക്ക്. താൻ എന്താടോ ഇങ്ങനെ? എന്താ അകൽ ചരങ്ങിനൊക്കെ ചോദിക്കുന്ന? ഐശ്വര്യടുത്തി എന്നോട് ഇത്തിരി വൈരാഗ്യമൊക്കെ കാണിക്കാറുണ്ട്. എന്നിട്ട് അവരെന്റെ ഏട്ടത്തി അല്ലാതാവോ? ഐശ്വര്യടുത്തി ഒരു അമ്മയാവാൻ പോവല്ലേ? ഗർഭിണികളെ നമ്മൾ നല്ലതുപോലെ പരിചരിക്കണം. എന്നാലേ ഒരു കുഴപ്പവും കൂടാതെ പ്രസവിക്കൂ. ഇന്നത്തെ കാലത്ത് കൂടുതലും സിസേറിയനാ. അയ്യോ, സിസേറിയനൊന്നും വേണ്ട, നോർമൽ ഡെലിവറി മതി. കൃത്യമായ മരുന്നുകൾ കഴിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് വേണ്ടത്ര എക്സസൈസും ചെയ്താൽ നോർമൽ ഡെലിവറി തന്നെയായിരിക്കും. താനെന്താ ഗൈനക്കോളജിസ്റ്റ് ആണോ? ഹേയ്, ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ടൊന്നല്ല. അമ്മ അപ്പുനെ ഗർഭിണിയായിരുന്നപ്പോ ഇതൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ആ സർ, ഒരു കാര്യം മറന്നുപോയി. എന്താ സാർ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്താ അത്? അതായത് 7 മാസത്തിന് മുൻപ് ഏതെങ്കിലും ശിവപാർവതി ക്ഷേത്രത്തില് നമുക്ക് ഐശ്വര്യത്തെ കൂട്ടിക്കൊണ്ടു പോകണം. അതും നിർമാല്യത്തിന് തന്നെ കൊണ്ടുപോകണം. ഓ, അമ്പലത്തിലെ പഞ്ചഗവ്യം കഴിപ്പിക്കാൻ വേണം. ഒരു 12 ദിവസം. ഈ നിർമാലിയൊക്കെ തൊഴുന്നത് വെളുപ്പിന് 4:30-ക്കല്ലേ? ആ അതെ. ആ നേരത്തൊക്കെ ഈ ഐശ്വര്യടുത്തി എഴുന്നേക്കോ? എഴുന്നേൽക്കണം, നമുക്ക് എഴുന്നേൽപ്പിക്കണം. നല്ലൊരു കുട്ടിയെ കിട്ടണമെങ്കിലേ ഇത്രയൊക്കെ കഷ്ടപ്പെടണം. പഞ്ചഗവ്യമൊക്കെ കഴിപ്പിച്ച് പ്രാർത്ഥനയോടെ ഇരുന്നാലേ സുഖപ്രസവവും നല്ലൊരു കുട്ടിയും കിട്ടുള്ളൂ. ശ്യാമേ, എന്താ സർ? അരുണേട്ടന് ആൺകുട്ടിയാണോ വേണ്ടത്, പെൺകുട്ടിയാണോ വേണ്ടത്? അവർക്ക് ആൺകുട്ടി തന്നെ ആവട്ടെ, അതാ നല്ലത്. ആ, അത് തന്നെയാ നല്ലത്. നമുക്ക് പെൺകുട്ടിയാവട്ടെ.
അപ്പോ അവർക്ക് ആൺകുട്ടി തന്നെ മതി. എന്താടോ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ മാത്രം തന്റെ മുഖം ഇരുളുന്നത്? അത് സാറിന് തോന്നുന്നതാ. എന്താ ശ്യാമേ തനിക്കൊരു ടെൻഷൻ? ഒന്നുമില്ല സർ. ഈശ്വരനൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതുപോലെ നടക്കൂ. ദൈവമേ, ഒരിക്കൽ പോലും പ്രസവിക്കില്ലെന്ന് ശപഥം ചെയ്ത് എനിക്കാണല്ലോ ഈ ആപത്ത് പറ്റിയത്. വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയി ഇത്. എന്റെ സൗന്ദര്യം പോകും. തന്നെയല്ല, ഇതുങ്ങളെയൊക്കെ വളർത്തിയ ഏതു നേരം കീറ്റലും ശല്യമായിരിക്കും. എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റില്ല. ക്ഷീണമൊന്നുമില്ലല്ലോ അല്ലേ ഐശ്വര്യടുത്തി? ഇല്ല. ആ, പിന്നെ വൊമിറ്റൊന്നും ചെയ്തില്ലല്ലോ? ഇല്ല. ആ, ഇവള് എന്നെയും കൊണ്ട് അങ്ങാടിക്കടയിൽ പോയിരിക്കായിരുന്നു എടുത്തിക്ക് വേണ്ടി. അങ്ങാടിയിലോ? എന്തിന്? ദേ ഇതൊക്കെ പച്ചമരുന്നുകളാ. ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഏട്ടത്തേക്ക് കുളിക്കാൻ വേണ്ടി ഞാൻ കുളിമുറിയിൽ കൊണ്ടുവച്ച് തരാം. ആ വെള്ളത്തിലേ കുളിക്കാവൂ കേട്ടോ. ഇവള് വീണ്ടും സോപ്പിട്ട് എന്റെ പ്രീതിക്ക് വേണ്ടി അടുത്തിരിക്കുക. കൊടുക്കാൻ ഞാൻ അടുത്ത പണി. എന്തിനാ ശ്യാമേ നീ എനിക്ക് വേണ്ടി അങ്ങാടിയിലൊക്കെ പോയത്? അതും ഈ അഖിലിനെയും കൊണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ, അങ്ങാടിക്കടയിൽ പോവാതെ മരുന്നുകൾ വാങ്ങിക്കാൻ പറ്റുമോ എടുത്തി? എന്നാലും എനിക്ക് വേണ്ടി ശ്യാമ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഞാനാണെങ്കി ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവളുമായിട്ട് വഴക്കിടാറുണ്ട്. നീ അതൊന്നും മനസ്സിൽ വെക്കല്ലേ ശ്യാമേ? ഇല്ലടുത്തി, ഞാനതൊന്നും മനസ്സിൽ വെക്കൊന്നുമില്ല. വെക്കരുത്. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരി ആയിപ്പോയി. എനിക്ക് നിന്നോട് ദേഷ്യം വരുമ്പോ പൊട്ടിത്തെറിച്ച് പറഞ്ഞെന്ന് വരും. അതൊന്നും നീ കാര്യമാക്കരുത്. ഒരിക്കലും ഇല്ല എടുത്തി. പക്ഷെ ഏട്ടത്തിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? നീ പറ. ഇനി പ്രസവം വരെ ഏട്ടത്തി സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി ഇരിക്കണം. ഏട്ടത്തിക്ക് എന്ത് സഹായം ചെയ്തു തരാനും ഞാനുണ്ട്. ശരി ശ്യാമൻ, ഞാൻ നീ പറയുന്നത് പോലെ അനുസരിക്കാം. എന്നാ പിന്നെ ഞാൻ പോയി ഐശ്വര്യത്തിക്കുള്ള വെള്ളം തിളപ്പിക്കട്ടെ. എനിക്കും ഇവിടെ ഇരുന്ന് ചില ജോലികളുണ്ട്, ഞാൻ ചെല്ലട്ടെ. ശരി. എന്റെ പ്രഗ്നൻസിയുടെ കാര്യത്തില് ഞാൻ ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തേക്കാം.